ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഒന്ന് രണ്ട് റെസിപ്പീസും കാര്യങ്ങളും അതുപോലെ തന്നെ കേശൻ്റെ സ്കൂളിലെ ആനുവൽ ഡേൻ്റെ വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ കാണിക്കുന്നത്. അത്യാവശ്യം എല്ലാ വിശേഷങ്ങളും കാണിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു ലെങ്തിയാണ് കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ലാസ്റ്റ് വീഡിയോക്ക് മാഷാല്ലാ അടിപൊളി സപ്പോർട്ടാട്ടോ എല്ലാവരും തന്നത്. അപ്പോൾ ഇതുപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാത്രി വരെയുള്ള കാര്യങ്ങളാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ ഫ്രിഡ്ജ്, ഞാൻ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിൻ്റെ വീഡിയോ കുറേ മുന്നേ ചെയ്തെന്ന് കട്ട് ചെയ്തിട്ടതാണ്. അതിനും കുഴപ്പമില്ലാത്ത സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരു ബിഗ് താങ്ക്സ് തരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ആ ഒരു ദിവസമാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു റാക്കും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒതുക്കിയിട്ട് വെച്ചതാട്ടോ ചീത്താവാണ്ടിരിക്കാൻ. അപ്പോൾ ഒരു ക്രോസ് ബണ്ണിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, ജസ്റ്റ് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലുള്ള സ്കൂൾ പാക്ക് ആ ഒരു രീതിയിൽ പറയുന്നത് ഇങ്ങനത്തെ ബട്ടറാണ് വാങ്ങിക്കൽ. ഇതാകുമ്പോൾ കറക്റ്റ് ഒരു ടേബിൾ സ്പൂണിന് നമുക്ക് കിട്ടും. അപ്പം ബാക്കിയുള്ള ബട്ടർ ചീത്താവില്ല. ഇനി ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 5-6 അല്ലി വെളുത്തുള്ളി മാക്സിമം ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ആ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് അതിലേക്കൊന്ന് ഇൻഫ്യൂസായി വന്നാൽ മതി. ബ്രൗൺ കളർ ആവുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ഇനി ചേർക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതാക്കിയിട്ട് കൊത്തിയരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാട്ടോ ചേർക്കുന്നത്. കൂടെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ബോൺലെസ് ചിക്കൻ പീസസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും നമ്മൾ ഉള്ളിലേക്കൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് ആഡ് ചെയ്യുക. അതിലേക്ക് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മുളക് പൊടി, കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ചതില്ല. ഇൻഷാല്ലാ നോമ്പൊക്കെ വരില്ല, അതിന് മുന്നായിട്ട് പൊടിച്ച് വെക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് സോയ സോസാണ്. ഒരു 1-2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക. അതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിലൊരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിക്കനൊക്കെ കുക്കായി വരും. ബോൺലെസ് ആണ്, ചെറുതാക്കി പീസാക്കിയതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും കേട്ടോ. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ കുക്കാക്കി എടുക്കാൻ, അത് മറന്നു പോകരുതേ. ഇനിയിപ്പോൾ അതൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സെൻറ്ററിൽ ഇതുപോലെ ചെറിയൊരു പോർഷൻ മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഓൾ പർപ്പസ് ഫ്ലോർ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ പൊടി കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ റോസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം, അല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടിൻ്റെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കരിയാനും പാടില്ല, നന്നായിട്ട് വേവും വേണം. ആ ഒരു രീതിയിൽ ഇത് റോസ്റ്റാക്കി എടുക്കുക. ഇനി അതിലേക്ക് ചേർക്കുന്ന ഒരു 1/2 കപ്പ് അളവിൽ പാലാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ സ്ഥിരം താരം പിസ്സ ഹെർബ്സും കൂടി ചേർക്കുന്നുണ്ട്. ഒറിഗാനോ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്താലും മതി കേട്ടോ. ഇതുപോലെ നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഡിഷസിലേക്കൊക്കെ ഈ ഒരു ഒറിഗാനോ അല്ലെങ്കിൽ ഡ്രൈഡ് ഹെർബ്സ് എപ്പോഴും മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ബോട്ടിൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ല വേറെ തന്നെ ഫ്ലേവറാണ് ആ ഒരു ഡിഷിന് കിട്ടുക. ഇനി ഈ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് വരുമ്പോൾ അത് തിക്കായിക്കൊണ്ടേ വരും. അപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ്, അതായത് നമുക്കൊരു ഫില്ലിങ്ങിൻ്റെ തിക്നെസ് ആയി വരുമ്പം തീ ഓഫ് ചെയ്യാം.
ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിനി അത് ബണ്ണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ബണ്ണെടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റുള്ള ടൈപ്പ് ബണ്ണെടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ മോഡേൺഡാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബണ്ണാണ്. അപ്പോൾ നമ്മൾ ക്രോസ് ബൺസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബണ്ണിൽ ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട്, അതായത് നമ്മൾ പ്ലസ് അതിൻ്റെ ആ ഒരു രീതിക്ക് എല്ലാ ബണ്ണിലും ഇതുപോലെ ഇങ്ങനെ ഒരു കട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി സ്നാക്ക് ആട്ടോ. ഒരുപാട് സമയമൊന്നും സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചിലവഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സാധനങ്ങൾ മതിയല്ലോ, ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഒരൈറ്റം ഒരാൾ കഴിച്ചാൽ ഒരാൾക്ക് വയറ് നിറയാനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇനി നമ്മൾ ബണ്ണിൻ്റെ ഈ ഒരു ക്രോസിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഓവറായിട്ട് ഫില്ല് ചെയ്യും വേണ്ട, എന്നാൽ തീരെ ഫില്ലിങ് ഇല്ലാതിരിക്കുകയും ചെയ്ത് കേട്ടോ. ഒരു മീഡിയം രീതിയിൽ 2 ഭാഗത്തും ആയിട്ട്, അതായത് ക്രോസ് ആയിട്ട് തന്നെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം തന്നെ ഒരു കമൻറ്റും കൂടി ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്മൈലി ആയിട്ടെങ്കിലും ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. ചിലർക്ക് വീഡിയോസ് കാണുന്നുണ്ടാവും, കമൻറ്റ് ഇടാൻ മടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ബെല്ലൈക്കണും നോട്ടിഫിക്കേഷനിൽ ഓളും പ്രസ് ചെയ്യുക കേട്ടോ. എങ്കിലാണ് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എല്ലാം ഞാനൊരു ഫീഡ്ബാക്ക് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫാമിലീസോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലൊരു ചാനൽ ഉണ്ടെന്നെങ്കിലും ഒന്ന് അറിയിച്ചു കൊടുക്കുക, എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ എല്ലാ ബണ്ണും നമ്മൾ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഞാൻ ഒരു പീസ് ചീസിൻ്റെ സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മോസറല്ല ചീസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ചീസ് സ്ലൈസ് വെക്കുന്നതാണ് കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക ഇക്കണോമിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അതാകുമ്പോൾ പ്രൈസും കുറവാണ്. നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇത് ചീസൊന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ എന്ത് കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഓയിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബൺസായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഒരു ഭംഗിക്കും ഫ്ലേവറിനും വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റായി വന്നാൽ മതി. അപ്പോൾ ചീസൊക്കെ മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടോടുകൂടി സെർവ് ചെയ്ത് ചൂടോടുകൂടി തന്നെ കഴിക്കുക എന്നുള്ളതാണ്. ആ ചീസ് ആ ഒരു മെൽറ്റായി നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിൽ വേണം ഇത് കഴിക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ക്രോസ് ബൺസൊക്കെ കൂട്ടി ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ കേശിൻ്റെ സ്കൂളിലേക്കാണ് വിട്ടത്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇനാഗ്രേഷന് ഷർഫുദ്ദീനാണ് വന്നിട്ടുള്ളത്, സിനിമ സ്റ്റാർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സുരാജ് വെഞ്ഞാറമൂടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ, കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കുന്നത് എന്താ വെച്ചാൽ ഡെയിലി നമ്മൾ സ്ഥിരം കാണിക്കുന്ന ആ ഒരു വ്ളോഗാണല്ലോ, അതൊന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടും, അതുപോലെ ചില ആൾക്കാർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഈവൻസും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അവരും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ വ്ളോഗ്സ് മാത്രം, അല്ലെങ്കിൽ റെസിപ്പീസ് മാത്രം, അത് അങ്ങനെയാണോ വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തിടാം കേട്ടോ. Brings us closer, making James Public School a true family. We appreciate your unwavering support and encouragement. പങ്കെടുക്കും അനുവാദങ്ങൾ
എടുത്തു വാങ്ങാനുള്ള ആ കൃഷ്ണയോടിരിക്കുന്ന നിങ്ങളെ അങ്ങനെ ഇതാ ഇനാഗ്രേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇതാ ആ ഒരു സ്പീച്ചും കാര്യങ്ങളും പിന്നെ ഫസ്റ്റ് അതായത് LKG UKG ഫസ്റ്റ് സെക്കൻഡിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാംസ് പിറ്റത്തെ ദിവസമായിരുന്നു. 4th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികളുടെ പ്രോഗ്രാംസ് ആയിരുന്നു ഇനാഗ്രേഷൻ ഡേൻ്റെ അന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ KG സ്റ്റുഡൻസിൻ്റെയും 10th സ്റ്റുഡൻസിൻ്റെയും ഗ്രാജുവേഷൻ സെറിമണിയാണ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രാജുവേഷനും ഇനാഗ്രേഷനും കഴിഞ്ഞതിന് ശേഷം 4th സ്റ്റാൻഡേർഡിൻ്റെ ജസ്റ്റ് ഒരു പെർഫോമൻസ് മാത്രം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുക ചെയ്തത്. കാരണം റേക്ക് ഭയങ്കര ടെററായിരുന്നു കേട്ടോ. ഓളെ വെച്ചിട്ട് പരിപാടി കാണാൻ തന്നെ ഭയങ്കര ഒരു റിസ്ക് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഓള് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അങ്ങനെ ഉറങ്ങിയിട്ടൊക്കെ കിടന്നിട്ടൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ പ്രാവശ്യം അവളെ പിടിച്ചു വെക്കാൻ തന്നെ പറ്റണില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ഒന്നും കാണാനില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട്. കേശ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു അവരെ ഗ്രാജുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഇപ്പോഴും ഇങ്ങനെ എല്ലാം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പരിപാടികളൊക്കെ കാണാനും. പിന്നെ ഇതുപോലെ ഇയാളിങ്ങനെ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ പരിപാടികളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൽ കാണിക്കുന്ന പ്രോഗ്രാംസിൻ്റെ സോങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ്, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇത് പിറ്റേ ദിവസം രാവിലത്തെ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് കേശക്ക് ഉച്ചക്ക് പോയാൽ മതി, അവൾക്ക് ഉച്ചയാകുമ്പോഴാണ് ബസ് വരാമെന്ന് പറഞ്ഞത്. പിന്നെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രിയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചോ, പുട്ടുപൊടി കേട്ടോ ആദ്യം മനസ്സിൽ വന്നു. പുട്ടുണ്ടാക്കാൻ വേണ്ടി നിന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇന്ന് നെയ്പ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് നെയ്പ്പത്തിരി ഞാനതിൻ്റെ മുന്നേ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏത് ബ്രാൻഡിൻ്റെയാണെന്ന് എനിക്കറിയില്ല, ഏതോ ഒരു ബ്രാൻഡ് പുട്ടുപൊടി വാങ്ങിയപ്പോൾ അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നെയ്പ്പത്തിരി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അരി കുതിർക്കണം, അരയ്ക്കണം, അങ്ങനെ ഒരുപാട് ടാസ്ക് ആണല്ലോ. അപ്പോൾ ഇതുപോലെ പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ സിമ്പിളാട്ടോ, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതും നിങ്ങൾക്ക് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി വീട്ടിൽ പൊടിപ്പിക്കുന്നതായാലും പാക്കറ്റായാലും ഏതായാലും കുഴപ്പമില്ല, തരിയുള്ള പുട്ടുപൊടി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ കട്ടിപ്പത്തിരി, നമ്മൾ ഈ ഏരിയയിലൊക്കെ കട്ടിപ്പത്തിരിയൊക്കെ ഒഴിക്കുന്ന പോലെ ഒന്ന് വാട്ടി കുഴച്ചെടുക്കുക കേട്ടോ. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിത് ഒരു 5 മിനിറ്റോടെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇളക്കിയിട്ടൊന്നുമില്ല, വെള്ളം ജസ്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. നമ്മൾ സാധാരണ പുട്ടുപൊടി വെള്ളം ഒഴിച്ചിട്ട് വെക്കുമല്ലോ, അതുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തേങ്ങ വെച്ചിട്ട് ഒരു ചെറിയൊരു അരപ്പ് റെഡിയാക്കി, അരപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ചെറിയ ജീരകവും കുറച്ച് വലിയ ജീരകവും 2 ജീരകവും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് ഒതുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മൂടി വെച്ചിട്ടുള്ള ആ ഒരു പുട്ടുപൊടീൻ്റെ ഇതിലേക്ക് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇത് കുറച്ചുകൂടി വെള്ളം വേണം, കട്ടിയായിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴക്കരുത്. ഇപ്പം ഞാൻ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം തികഞ്ഞില്ല എന്ന് തോന്നുകയാണെങ്കിലാണ് നമ്മൾ തിളച്ച വെള്ളം ഒന്നുകൂടി ഒഴിക്കേണ്ടത്. എന്നിട്ട് കുറച്ച് സമയം കൂടി ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാൻ പോവാണ്. ഇതാ ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അത് കുഴച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ ഇതൊക്കെ നല്ല കുഴച്ച് സെറ്റ് ആക്കിയതിന് ശേഷം ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. നമ്മൾ കട്ടിപ്പത്തിരിക്കൊക്കെ പരത്തുന്ന പോലെ വാഴയില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഷീറ്റിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കയ്യിൽ വെച്ചിട്ട് അമർത്തിയിട്ട് അങ്ങനെയും പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 രീതിയിലും ഇതിന് മുന്നേ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വേവാൻ കുറച്ച് ടൈം എടുക്കും, അത്യാവശ്യം നല്ല കട്ടിയിലാണല്ലോ ഉണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്, നമ്മൾ നൈസ് പത്തിരി അല്ലെങ്കിൽ പൂരിയൊക്കെ പരത്തുന്ന പോലെ പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയതിന് ശേഷം നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പം നന്നായിട്ട് 2 ഭാഗവും നല്ല പൊള്ളി നല്ല കറക്റ്റ് നെയ്പ്പത്തിരിയായിട്ട് വരും കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല നൈസാക്കി പരത്തത് ചെറിയ രീതിയിലൊരു കട്ടി വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ
പച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ആദ്യം ഇത് അടിയിൽ പോയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇത് മേലേക്ക് ഇതുപോലെ പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചട്ടകം അല്ലെങ്കിൽ ഈ ഒരു കോരി വെച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം നല്ല പഫായിട്ട് വരും. ആ സമയത്ത് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം പിന്നെ ഒരു 30 സെക്കൻഡ്, ഒരു മിനിറ്റിൽ താഴെ വെച്ച് ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി മാത്രം വെച്ചതിന് ശേഷം കോരി മാറ്റാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് പഫായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് പുറം ഭാഗമൊക്കെ. അതായത് നല്ല വെന്ത് നല്ല 2 ഭാഗവും നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്നും പുട്ടുപൊടി വെച്ചിട്ട് പുട്ട് മാത്രമല്ല ഉണ്ടാക്കുക, അപ്പോൾ ഈ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ ഒരു നെയ്പത്തിരിൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ബീഫ് കറി കേട്ടോ. ചിക്കൻ കറീൻ്റെ കൂടെ മീൻ കറീൻ്റെ കൂടെ ഒക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ കറിയാണ്. അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച് നെയ്പത്തിരിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കുക. അതുപോലെ തന്നെ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാട്ടോ രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ അതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കേശയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടണം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ രാത്രിയാണ് പരിപാടി, അതുവരെ നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ഐറ്റം സ്നാക്സും വെള്ളമൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒക്കെ നൂഡിൽസ് മതി പറഞ്ഞപ്പോൾ അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും അതുപോലെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കേശിനെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് കുളിക്കാനൊന്നും പോയിട്ടില്ല. കാരണം ഉച്ചക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് ബസ്സിന് ടൈം പറഞ്ഞിട്ടില്ല. അപ്പോൾ കുളിക്കാൻ കയറുമ്പോൾ ബസ് വരുമെന്ന് കരുതിയിട്ട് അങ്ങനെ ആ പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ കിറ്റിലൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ കരുതി വേണ്ട, വെറുതെ കിറ്റും കൂടി താങ്ങി കൊണ്ടുപോകണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഒക്കെ ബാഗിലേക്ക് തന്നെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ സ്നാക്സായിട്ട് ആദ്യം നമ്മൾ നെയ്പത്തിരിയും ചിക്കൻ കറിയും കുറച്ച് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു നൂഡിൽസും പിന്നെ ആപ്പിളൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പിട്ട നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതൊരു ബോട്ടിലും പിന്നെ സാധാരണ വെള്ളം അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു വിടുന്നത്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ എന്തായാലും കുറേ ഐറ്റംസ് ജ്യൂസ്, ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടി വരും അവർക്ക് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മേക്കപ്പ് ഇട്ടാൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൊടുത്തു വിടുന്നത് കേട്ടോ. അങ്ങനെ കാത്തുനിന്ന് അവസാനം 1:45-2 മണീൻ്റെ അടുത്തായിട്ടോ ബസ് വന്നപ്പം. ഒരു 8 മണിയൊക്കെ ആവാനായപ്പോൾ നമ്മൾ പ്രോഗ്രാം കാണാൻ എത്തിയത്. പക്ഷേ അവളെ പ്രോഗ്രാം തുടങ്ങിയപ്പം ഏകദേശം 9:30 കഴിഞ്ഞ് 10 മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളൂ. എനിക്കറിയില്ല, സെക്കൻഡ് സ്റ്റാൻഡേർഡ് കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കുട്ടികൾ ഉറങ്ങിപ്പോവും. അത്രയ്ക്ക് ടൈമായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഇതാണ് കേശിൻ്റെ ഡാൻസ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലൈവ് ഒന്ന് റെക്കോർഡ് എടുത്തതാണ്. പിന്നെ ഓഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ഓഡിയോ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കേശ് ഏതാണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തിട്ടോ. പാരൻസൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉള്ളിലേക്ക് കയറാനും പറ്റില്ല. ഇതുപോലെ ഇങ്ങനെ ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ കാത്തുക്കോട്ടോ, ഒപ്പം കിട്ടുമെന്ന് കരുതി. അങ്ങനെ അവസാനം അത് ആൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.